അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മുടെ ദർസ് 10 കിതാബിലെ ഒന്നാമത്തെ കിതാബ് രണ്ടാമത്തെ ദർസ് നടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഖബൂലാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നലെ നമ്മൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് മഖ്ദൂം റഹിമഹുല്ലാ ഈ കിതാബ് ഉണ്ടാക്കി അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞത് ഈ കിതാബ് ഒരു ചോദ്യ മറുപടി രൂപത്തിലാണ്. അതിൻ്റെ അടിസ്ഥാനം മുത്തുനബിയുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം നടത്തിയ ചോദ്യവും മറുപടിയുമുള്ള ഹദീസ് ആണ് എന്ന് പറഞ്ഞ് ആ ഹദീസും പറഞ്ഞു. അൽഹംദുലില്ലാ. ഇനി അവിടുന്ന് അങ്ങോട്ട് നോക്കുക. ഇഅ്ലം, നീ മനസ്സിലാക്കണം, അന്ന മാനൽ ഇസ്ലാമി, നിശ്ചയമായിട്ടും ഇസ്ലാമിൻ്റെ അർത്ഥം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതിൻ്റെ ഇസ്ലാം എന്നതിൻ്റെ ആശയം അത് അൽ ഇൻഖിയാദു ലി അവാമിരില്ലാഹി തആല, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെടലാണ്. എന്നാൽ അത് അംഗീകരിച്ച് അത് ജീവിതത്തിൽ ചെയ്യുക. ഇൻഖിയാദ് പറഞ്ഞാൽ വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ അനുഷ്ഠിച്ചുകൊണ്ട് വഴിപ്പെടുക. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായി പറഞ്ഞ് നിർബന്ധമായി ചെയ്യുക, സുന്നത്തായി പറഞ്ഞ് സുന്നത്തായി ചെയ്യുക. അതുപോലെ തന്നെ വല്ലിജ്തിനാബു അന്നവാഹിഹി, അള്ളാഹുവിൻ്റെ വിരോധനകളെ തൊട്ട് വെടിയലുമാണ്. അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക. ഹറാമാണെന്ന് പറഞ്ഞത് കർശനമായിട്ട് ഒഴിവാക്കണം, കറാഹത്താണെന്ന് പറഞ്ഞതും കഴിവിൻ്റെ പരമാവധി ഒഴിവാക്കുക. എന്നിട്ട് പറയുന്നു, ബഹുമാനപ്പെട്ടവർ പറയാണ്, മാനൽ ഈമാനി, ഈമാന്റെ അർത്ഥം എന്താണ്? ഇസ്ലാമിൻ്റെ അർത്ഥം അപ്പോൾ പറഞ്ഞു. ഈമാനി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തസ്ദീഖു, വാസ്തവമാക്കുക എന്നാണ്. വാസ്തവമാക്കുക അതെവിടെയാണ്? എന്താ അങ്ങനെ ആ അർത്ഥം കൊടുക്കാൻ എന്താണ് തെളിവ്? ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ വാസ്തവമാക്കലാണ് എന്നതിന് എന്താ തെളിവ്? ബിദലീലി ഖൗലിഹി തആല, അള്ളാഹുവിൻ്റെ വാക്കാണ് അതിന് തെളിവ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വമാ അൻത ബിമുഅ്മിനിൻ ലനാ, യൂസുഫ് സൂറത്ത് 17-ാമത്തെ ആയത്തിൽ കാണാം, നിങ്ങൾ നമ്മളെ വാസ്തവമാക്കുകയില്ല. അതായത് യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ സഹോദരന്മാർ യൂസുഫ് നബീനെ പൊട്ടങ്കണ്ടിലിട്ടിട്ട് വന്നിട്ട് വാപ്പയോട്, യാക്കൂബ് നബിയോട് സംസാരിച്ചോടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നമ്മളെ വിശ്വസിക്കൂല, എന്നാലും നമ്മൾ പറയുകയാണെന്ന് പറഞ്ഞാൽ അവിടെ ബി മുഅ്മിൻ എന്നതിൻ്റെ അർത്ഥം അവിടെ ബി മുസദ്ദിഖിൻ ലനാ എന്നാണ് അർത്ഥമുള്ളത്. അപ്പോൾ നിങ്ങൾ നമ്മൾ പറഞ്ഞത് സത്യമാക്കൂല, ഞങ്ങൾ സത്യമാണ് പറയുന്നത്, നിങ്ങൾ അംഗീകരിക്കൂല എന്ന് അവിടെ വാസ്തവമാക്കുക എന്ന അർത്ഥത്തിനാണ് അവിടെ ഈമാൻ എന്നെ കൊണ്ടുവന്നത്. ആ തെളിവ് കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പറയുന്നു, ഈമാൻ എന്ന് പറഞ്ഞാൽ വാസ്തവമാക്കലാണ്. ആരെ വാസ്തവമാക്കലാണ്? അപ്പോൾ നബിതങ്ങളെ വാസ്തവമാക്കുക. അതാണ് വിശ്വാസം തന്നെ. അതാണ് നബിതങ്ങളാണല്ലോ അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവന്നത്, പറഞ്ഞു തന്നത്. അപ്പം നബിയെ അങ്ങോട്ട് നമ്മൾ സത്യസന്ധമായി അംഗീകരിക്കുക. അതിലേറ്റവും അതാണല്ലോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണല്ലോ ആദ്യം തന്നെ അംഗീകരിച്ച്, എന്ത് നബി പറഞ്ഞാലും ഉടനെ ചോദ്യം ചെയ്യാതെ അംഗീകരിച്ചു. അതുകൊണ്ട് സിദ്ദീഖ് എന്നുള്ള പേര് കിട്ടി. ഏതായാലും ഇൻഷാ അല്ലാഹ് പിന്നെ ഇനി ബഹുമാനപ്പെട്ടവർ ആ രണ്ടിൻ്റെ അർത്ഥം പറഞ്ഞതിന് ശേഷം ഇനി കിതാബിൻ്റെ ചോദ്യ മറുപടി രൂപത്തിലേക്ക് കടക്കുകയാണ്. എന്താ? ഇദാ സുഇൽത, നിന്നോട് ചോദിക്കപ്പെട്ടാൽ. നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, എന്താ ചോദിക്കണത്? ആ മുസ്ലിമുൻ അന്ത, നീ ഒരു മുസ്ലിമാണോ? നീ മുസ്ലിമാണോ എന്ന് ചോദിച്ചാൽ അപ്പം നീ എന്ത് പറയണം? ഖുൽത, നീ പറയണം അൽഹംദുലില്ലാ. അപ്പം എന്ത് പറയേണ്ടത്? നീ മുസ്ലിമാണോ ചോദിച്ചാൽ അൽഹംദുലില്ലാ, അതെ, സ്തുതി അള്ളാഹുവിനാണ്. അതിനർത്ഥം ഞാൻ മുസ്ലിമാണ്, എന്നെ മുസ്ലിമാക്കിയതിൽ അള്ളാഹുവിന് സ്തുതി. അപ്പം അവിടെ ഫൈൻ ഖീലലക, അപ്പം നിന്നോട് ചോദിക്കപ്പെട്ടാൽ മാ മാനാഹു, എന്താണ് ഈ അൽഹംദുലില്ലാന്റെ അർത്ഥം? നീ ഇപ്പം നിങ്ങൾ പറഞ്ഞ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞല്ലോ, ഇതിൻ്റെ ആശയം എന്താണെന്ന് ചോദിച്ചാൽ ഖുൽത, നീ പറഞ്ഞോ, അസ്സനാഉ ലില്ലാ, അള്ളാഹുവിനെ പ്രശംസിച്ചതാണത്. അള്ളാഹുവിനെ പ്രശംസിക്കുക. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനിക്കാണ് പ്രശംസനകൾ, സ്തുതികൾ എന്ന് അള്ളാഹുവിനെ പ്രശംസിക്കുക. പിന്നെ മാത്രമല്ല അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ട് എന്തും കൂടി വരുന്നുണ്ട്, വശുക്റു അലാ ഇൻആമിഹി, അവൻ അനുഗ്രഹം ചെയ്തതിൻ്റെ മേൽ നന്ദി ചെയ്യലും.
അപ്പൊ അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിനുള്ള ഏറ്റവും വലിയ നന്ദി എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ പറയലാണ്. അതുകൊണ്ടാണല്ലേ നമ്മൾ എന്ത് കഴിഞ്ഞാലും എന്ത് ചെയ്താലും അതിൻ്റെ ഉടനെ അൽഹംദുലില്ലാ പറയാൻ നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയണം, ബാത്റൂം പോയി വന്നാൽ അൽഹംദുലില്ലാ പറയണം. ഇങ്ങനെ എന്തൊരു അനുഗ്രഹം കിട്ടിയാലും അൽഹംദുലില്ലാ പറയാം. അതാണ് വലിയ അൽഹംദുലില്ലാ. ഇനി സ്വർഗത്തിലെത്തിയാലും അവിടെ പറയാനുള്ളത് അൽഹംദുലില്ലാ എന്നുള്ള വാക്കാണ്. അപ്പം അതിന് വലിയ അതാണ് അത് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളുടെ മേലിൽ നന്ദി പറയലുമാണ്, പിന്നെ അള്ളാഹുവിനെ പ്രശംസിക്കലുമാണ് എന്ന് നീ അതിൻ്റെ ആശയം പറഞ്ഞു കൊടുത്തോ. എന്നിട്ട് പറയാണ് ബഹുമാനപ്പെട്ടവർ, ഇദാ സുഇൽത, ഇനി നിന്നോട് ചോദിക്കപ്പെട്ടാൽ. അടുത്ത ചോദ്യം, ഒരാൾ എന്നോട് ചോദിക്കപ്പെട്ടു, എന്ത്? അന്ത മിൻ ദുർരിയത്തി മൻ, നീ ആരുടെ സന്താന പരമ്പരയാണ്, നീ ആരെ സന്താന പരമ്പരയിലാണ് നീ ജനിച്ചത് എന്ന് ചോദിച്ചാൽ കുൽത്ത, നീ പറഞ്ഞോ, അന മിൻ ദുർരിയത്തി ആദം അലൈഹിസ്സലാം, ഞാൻ ആദം നബി അലൈഹിസ്സലാമിൻ്റെ പരമ്പരയാണ്. എന്നാൽ ആദ്യത്തെ വാപ്പ ആദം നബിയാണ്, അവിടുന്ന് ഇങ്ങോട്ട് അവരുടെ സന്താന പരമ്പരയിലാണ് ഞാനുള്ളത്. ഇനി അടുത്തത്, ഇദാ സുഇൽത, എന്നോട് ചോദിക്കപ്പെട്ടാൽ, അന്ത ഫി മില്ലത്തി മൻ, നീ ആരുടെ പ്രസ്ഥാനത്തിലാണ്, ഏതൊരു മില്ലത്തിലാണ് നീ നിലകൊള്ളുന്നത്? ഒരു ചര്യ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം എന്നുള്ള രൂപത്തിൽ പറയാം. അപ്പൊ പറയേണ്ടത് ആരാണ്? കുൽത്താനി പറഞ്ഞു, അനഫി മില്ലത്തി ഇബ്രാഹിം അലൈഹിസ്സലാം, ഞാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മില്ലത്തിലാണ്, ഇബ്രാഹിം നബിയുടെ അവിടുത്തെ ആ പ്രസ്ഥാനികം അതിലാണ് ഞാൻ നിലകൊള്ളുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ഇദാ സുഇൽത, എന്നോട് ചോദിക്കപ്പെട്ടാൽ, അന്ത മിൻ ഉമ്മത്തിമൻ, നീ ആരുടെ ഉമ്മത്താണ്, നീ ഏത് സമുദായമാണ്? പ്രസ്ഥാനമല്ല, നീ ചോദിക്കുന്നത് എന്താണ്? ആരുടെ സമുദായത്തിലാണ് നീ ഉള്ളത്, ഏത് പ്രവാചകന്റെ സമുദായമാണ് നീ? അപ്പം നീ കുൽത്ത, നീ പറഞ്ഞോ, അന മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായമാണ് എന്ന് പറഞ്ഞോ. അപ്പൊ ഇതെന്താണ്? ഇതിപ്പം മില്ലത്ത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വത്തബിയു മില്ലത്തെ ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ മില്ലത്ത് ഞങ്ങൾ പിൻപറ്റുക എന്ന്. കാരണം ഒരുപാട് ഇസ്ലാമിക ലോകത്ത് ഒരുപാട് ചര്യകൾ, ഒരുപാട് വിഷയങ്ങൾ കാണിച്ചു തന്ന മഹാനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ആദം നബി അലൈഹി സ്വലാം എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ അന്ന് ഇവിടെ ഒരു പ്രബോധനം ആദം നബി വന്നിട്ട് പിന്നല്ല ഇവിടെ ജനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ആദം നബിക്ക് അങ്ങനെ ഒരുപാട് ചര്യകൾ കാണിച്ചു കൊടുക്കുക എന്നുള്ള ഡ്യൂട്ടി വന്നിട്ടില്ല. ഇബ്രാഹിം നബിക്ക് അങ്ങനെയല്ല. ഇബ്രാഹിം നബിയിൽ ഇബ്രാഹിം നബിയിൽ നിന്നാണ് നമ്മളെ മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചര്യകളും പ്രകൃതികളും കാര്യങ്ങളും പലതും ഇബ്രാഹിം നബി ഇവിടെ കാണിച്ചിട്ടുണ്ട്. കഅബ പുനർനിർമ്മാണം നടത്തി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുകൊണ്ടാണ് അങ്ങനെ ഇബ്രാഹിം നബിക്ക് ഒരു പ്രത്യേക സ്ഥാനം കിട്ടിയത്, നമ്മൾ മനസ്സിലാക്കുക ഇൻഷാ അല്ലാഹ്. ഇനി ഇദാ സുഇൽത, എന്നോട് ചോദിക്കപ്പെട്ടാൽ, അന്ത ഫി അയ്യി മദ്ഹബ്, നീ ഏതൊരു വഴിയിലാണുള്ളത്, നിന്റെ മദ്ഹബ് ഏതാണ്, നിന്റെ വഴി ഏതാണ്, നീ ഇപ്പം ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ആര് പറഞ്ഞത് അടിസ്ഥാനത്തിലാണ്, ആര് ക്രോഡീകരിച്ച് നിനക്ക് കാണിച്ചു തന്ന? ഖുർആനും ഹദീസും ഇപ്പം നേർക്ക് നോക്കിയാൽ എല്ലാ കാര്യവും കൂടി കിട്ടൂലല്ലോ, നമ്മൾ നോക്കിയാൽ കിട്ടൂല. അപ്പം ഈ ഖുർആനും ഹദീസൊക്കെ വെച്ചിട്ട് ആരാണ് നിനക്ക് ഈ വിഷയങ്ങളൊക്കെ, നിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് എന്ന് ചോദിച്ചാൽ കുൽത്ത, നീ പറഞ്ഞോ, അനഫി മദ്ഹബി താജിൽ മുത്തഖീൻ വ ഇമാമിൽ മുഅ്മിനീൻ അൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഞാൻ ഫി മദ്ഹബി താജിൽ മുത്തഖീൻ, മുത്തഖീങ്ങളുടെ കിരീടകമാകുന്ന ഒരു പണ്ഡിതന്റെ വഴിയിലാണ്. അതൊരു സ്ഥാനപ്പേരാണ്. വ ഇമാമിൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ ഇമാമായ ആരാണ്? അൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാഫി ഇമാമാണ്. അപ്പം ഷാഫി ഇമാമിൻ്റെ വഴിയിലാണ് ഞാനുള്ളത് എന്നും നീ പറഞ്ഞോ.